ഇന്ന് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക്, അതായത് കേരളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ആ സന്തോഷത്തിൽ എണീറ്റ് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം സിറ ടൗണിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു. വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സാധനമൊക്കെ മേടിച്ചിട്ട് വരുന്ന വഴി ഇന്ന് മാർക്കറ്റ് ദിവസമായതുകൊണ്ട് മാർക്കറ്റിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കടകളും ഉണ്ടായിരുന്നു. ആ കാഴ്ചയൊക്കെ കണ്ട് പയ്യെ ഇങ്ങനെ നടന്ന് ഞാൻ എൻ്റെ റൂമിലെത്തിയിട്ട് നമ്മുടെ ടാക്കോയ്ക്ക് ഫുഡ് കൊടുക്കണം. ടാക്കോനെ വിളിച്ചപ്പോഴേ ടാക്കോ ഓടി വരുന്നുണ്ട്. ഇങ്ങനെ പോകുന്നതിന് മുന്നേ ടാക്കോയ്ക്ക് ഒരു ട്രീറ്റൊക്കെ കൊടുത്ത് അവനെ ഹാപ്പിയാക്കി. അതിനുശേഷം ബാഗെല്ലാം പാക്ക് ചെയ്തു. 3 ബാഗുണ്ട്. ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയതിനു ശേഷം നമ്മൾ നേരെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്നു. KSRTC സ്റ്റാൻഡിൽ വന്ന് കുറച്ച് നേരം നിന്നിട്ടാണെങ്കിലും ഡയറക്റ്റ് ബാംഗ്ലൂരിലേക്കുള്ള അശ്വമേധ ബസ് കിട്ടി. അതിന് മുൻപിൽ തന്നെ കയറി ഇരുന്നിട്ട് ഞാൻ ഹെഡ്ഫോണൊക്കെ എടുത്ത് വെച്ച് പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ബസ് നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2.5-3 മണിക്കൂർ വേണം നമുക്ക് ബാംഗ്ലൂർ എത്താൻ. ബാംഗ്ലൂർ മജസ്റ്റിക്കിലാണ് നമുക്ക് എത്തേണ്ടത്. അപ്പം യാത്ര തുടങ്ങി. പോയിന്റ് ടു പോയിന്റ് എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ ആകെയുള്ളൊരു ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറയിൽ നിന്നും ബാംഗ്ലൂർ വരെ ഏകദേശം 5 ടോൾ ഗേറ്റ് ഉണ്ട്. അവിടെ എല്ലാം നിർത്തി ഒരു സമയമാവും അവിടെ എത്തുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ അങ്കിൾ. പോകുന്ന വഴി ഒരുപാട് വലിയ ട്രെയിലറും ലോഡും കൊണ്ടുവന്ന വണ്ടിയൊക്കെ കണ്ടു. നമ്മൾ പോകുന്ന റൂട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറയിൽ നിന്നും തുംകൂരിൽ നിന്നും യശ്വന്ത്പൂർ കഴിഞ്ഞാണ് ബാംഗ്ലൂർ മജസ്റ്റിക് എത്തുന്നത്. അപ്പോൾ ഗ്രാമീണ ഭംഗിയും മലനിരകളും റെയിൽവേ സ്റ്റേഷനും എല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അടുത്ത ടോൾ ഗേറ്റ് എത്തി കേട്ടോ. KSRTCയുടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാൻ വല്ലാത്തൊരു വൈബാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യാത്രക്കാരിൽ ഒരാളോട് KSRTC ഡ്രൈവർ എന്തോ പറയുന്നുണ്ടായിരുന്നു. ആൾക്ക് അവിടെ വണ്ടി നിർത്തണം, ഇറങ്ങണം. പക്ഷെ ഡ്രൈവർ പറഞ്ഞു ഇവിടെ സ്റ്റോപ്പില്ല. എന്തെന്നാലും ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷം ഡ്രൈവർ അയാളെ അവിടെ ഇറക്കി വിട്ടു. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോഴേ ബാംഗ്ലൂർ മെട്രോ തുടങ്ങുന്ന സ്ഥലത്ത് എത്തിയിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ ഇടത് സൈഡിലായിട്ട് ബാംഗ്ലൂർ മെട്രോയുടെ ബ്രിഡ്ജ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ബാംഗ്ലൂർ ഐക്യാണ് കേട്ടോ. പിന്നെ കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഷോപ്പിംഗ് മോളും അതൊക്കെ കണ്ടു. ബാംഗ്ലൂർ ഓട്ടോക്കാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇങ്ങനെ 2.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മജസ്റ്റിക്കിൽ വന്നിറങ്ങിയിട്ട് ഞാൻ നേരെ ഒരു റൂം എടുത്തു. കാരണം ബസ് 8 മണിക്കാണ്. അപ്പോൾ 2.5 മണിക്കൂറുണ്ട് എനിക്കൊന്ന് ഫ്രഷ് ആവണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, പിന്നെ ഫുഡും കഴിക്കണം. അപ്പോൾ ആ സ്റ്റേ ചെയ്ത ലോഡ്ജിൽ തന്നെ ഫുഡ് പറഞ്ഞു. അവർ 3 പൂരിയും ചമ്മന്തിയും കറിയും പിന്നെ ഒരു ചായയും കൊണ്ടുവന്ന് തന്നു. അങ്ങനെ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ ആ കൊണ്ടുവന്ന പൂരിയും കറിയും ചായയും ഒക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഞാൻ റെസ്റ്റ് എടുത്തു. നമുക്ക് നീണ്ടൊരു യാത്രയാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പം ഞാൻ എടുത്ത റൂം വളരെ ചെറുതായിരുന്നു. 1.5 മണിക്കൂറിന് 250 രൂപയായിട്ടുള്ളൂ. ഇത് തന്നെ ധാരാളം. 1.5 മണിക്കൂറിന് ശേഷം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ കാത്ത് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ലീപ്പർ ബസ്സസ് കണ്ടു. അങ്ങനെ ബാംഗ്ലൂരിൽ എനിക്ക് തോന്നുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കൂട്ടരാണ് വിജയാനന്ദ്. അതിനുശേഷം ഒരു ഓട്ടോ വിളിച്ചു. 150 രൂപയ്ക്ക് തുടങ്ങിയ ഓട്ടോ ചാർജ് തർക്കിച്ച് 100 രൂപയിൽ എത്തിച്ചു. എന്നിട്ട് നമ്മൾ നേരെ റേസ് കോഴ്സ് റോഡിനടുത്തുള്ള ഫയർ സ്റ്റേഷൻ്റെ അവിടെയാണ് ബോർഡിംഗ് പോയിന്റ്. അവിടെ വന്നിട്ട് 1.5 മണിക്കൂറോളം നിന്നു. അപ്പം നാട്ടിലേക്കുള്ള കുറേ ബസ് കണ്ടു. നമ്മുടെ ബസ് രുക്മ ട്രാവൽസ് ആണ്. ഞാൻ ഇപ്പോൾ എപ്പോൾ ബാംഗ്ലൂർ പോകാനാണെങ്കിലും വരാനാണെങ്കിലും രുക്മയാണ് ബുക്ക് ചെയ്യുന്നത്. ഇതവരുടെ പുതിയ ഭാരത് ബെൻസിൻ്റെ ബസ്സാണ്. ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. യാത്രയും ഭയങ്കര കംഫർട്ടബിളാണ്. അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇവരാരും കയറിയിട്ടില്ല കേട്ടോ. നമ്മളങ്ങനെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തെത്തി. മടിവാളയിൽ നിന്നാണ് ഓൾമോസ്റ്റ് ഏറെക്കുറെ ആൾക്കാരൊക്കെ കയറുന്നത്. അങ്ങനെ പോകുന്ന വഴി ഒരുപാട് സ്ലീപ്പർ ബസ്സസ് കണ്ടു. അതിൻ്റെ മടിവാളയിലെ ബ്ലോക്ക് നോക്ക്, എല്ലായിടത്തും ബ്ലോക്കാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ACLS നാവിഗേറ്റർ കണ്ടു. ആ ബസ്സിൽ വാഷ്റൂം ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്യണം. നാട്ടിലേക്കുള്ള വേറൊരു ബസ്സും കണ്ടു. ഇങ്ങനെ ഒരുപാട് സ്ലീപ്പർ ബസ്സസ് കണ്ട് ഇങ്ങനെ യാത്ര തുടരുകയാണ്. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്നത് മെട്രോയുടെ പുതിയ യെല്ലോ ലൈനാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച്
കിടന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി എണീറ്റപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തെത്തി. ഇത് എവിടെയാണെന്ന് അറിയത്തില്ല, പക്ഷെ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത്യാവശ്യം നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ബസ്സിലെ AC-യും പുറത്തെ മഴയും എല്ലാമായിട്ട് നല്ല തണുപ്പായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഒരു വാഷ്റൂം ബ്രേക്കിന് ഇടയ്ക്ക് നിർത്തിയായിരുന്നു. കോയമ്പത്തൂരാണെന്ന് തോന്നുന്നു. അങ്ങനെ വാഷ്റൂം ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചത് ഈ വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ വണ്ടിയിലേക്ക് കയറി കുറച്ച് നേരം ഇരുന്നിട്ടും വണ്ടി വിടുന്നില്ല, ആൾക്കാർ വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ പുറത്തിറങ്ങാം. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പുറത്തിറങ്ങിയിട്ട് അവിടെയുള്ളൊരു കഫേയിൽ പോയിട്ട് ഞാനൊരു സ്പ്രൈറ്റ് മേടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ സ്പ്രൈറ്റ് മേടിച്ചിട്ട് ഞാൻ പിന്നെ വേഗം വന്ന് വണ്ടിയിൽ കയറി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഈ സ്ഥലം ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ഊഹം അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇത് വാളയാറാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വാളയാറും ക്രോസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലപോലെ ഉറക്കക്ഷീണമുണ്ട്, പക്ഷെ തണുപ്പ് കാരണം കാര്യമായിട്ട് ഉറങ്ങാനും പറ്റണില്ല. അങ്ങനെ ഒന്നുകൂടെ ചെറുതായിട്ട് മയങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് ചാലക്കുടിയിലെ ബ്ലോക്കിൽ കിടക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് കല്ലടയുടെ സ്ലീപ്പർ ബസ് കിടപ്പുണ്ട്. ഒരു മണിക്കൂറോളം ചാലക്കുടിയിലും കൊരട്ടിയിലും കറുകുറ്റിയിലും ഒക്കെ ആയിട്ട് വണ്ടി ബ്ലോക്കിൽ പെട്ട് കിടന്നു. അങ്ങനെ ആ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ ആടി ഒലഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലോക്കിൽ നിന്നൊക്കെ എങ്ങനെയോ താണ്ടി വണ്ടി നമ്മുടെ അങ്കമാലിയിലെത്തിയിട്ടുണ്ട്. നമുക്ക് കോട്ടയത്താണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇനി അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, അവിടുന്ന് ഈ വണ്ടി നേരെ തൊടുപുഴയ്ക്ക് പോകും. തൊടുപുഴയ്ക്ക് പോയിട്ട് അവിടുന്ന് പാല, ഏറ്റുമാനൂർ വഴിയാണ് കോട്ടയത്തെത്തുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 6:30 മണിയായിട്ടുണ്ട്. 6:30 മണിയായപ്പോൾ നമ്മളത് കാലടി പാലത്തിൽ കയറി. പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, എന്ന് തീരുവോ ആവും. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂർ തടി ലോറികളെല്ലാം ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരോടെ കഴിഞ്ഞത് നമ്മൾ മൂവാറ്റുപുഴയിലെത്തി. മൂവാറ്റുപുഴയൊക്കെ ആകെ മാറിപ്പോയി. റോഡൊക്കെ വളരെ ശോകമാണ്. പോരാത്തതിന് നല്ല മഴയും. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ് പുറത്ത്. ഇങ്ങനെ മൂവാറ്റുപുഴ റൗണ്ടിലെത്തി. നമ്മളിത് കോട്ടയം അടുക്കുന്നതും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്നൊരു ഷോർട്ട് കട്ട് എടുത്തപ്പോഴത്തേക്കും ഒരു വലിയ ലോറി ആ റോഡിൽ കുടുങ്ങി. അങ്ങനെ അവിടെ ഒരു 10 മിനിറ്റോളം പോസ്റ്റായി. അപ്പോൾ പയ്യെ വണ്ടി തിരിച്ചുകൊണ്ട് പോയതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നത്. മൂവാറ്റുപുഴയും താണ്ടി നമ്മളത് തൊടുപുഴ അടുക്കാറായിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മളത് പയ്യെ പാലായിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ പാലാ ടൗൺ കണ്ടപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. നമ്മൾ ഫൈനലി പാലായിലെത്തിയിട്ടുണ്ട്. ഇനി കിടങ്ങൂർ, ഏറ്റുമാനൂർ, കോട്ടയം, ഇങ്ങനെ കുറച്ച് ദൂരം കൂടെ നമുക്ക് യാത്രയുള്ളൂ. പാലായിലെത്തിയപ്പോഴാണ് കോട്ടയത്തിൻ്റെ ബോർഡ് കാണുന്നത്. അപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത വളരെ സന്തോഷമായിരുന്നു. പാലാ ടൗണിൽ നിന്നും മാറി നമ്മളിതിപ്പം അൽഫോൺസ കോളേജും അതുപോലെ സെൻറ് തോമസ് കോളേജിൻ്റെ ഒക്കെ ഇടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ടച്ചിറയിലെത്തി. നമ്മൾ കിടങ്ങൂരും കഴിഞ്ഞ് കട്ടച്ചിറയും കഴിഞ്ഞ് ഫൈനലി ഇത് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ആറാട്ട് മണ്ഡപത്തിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഏറ്റുമാനൂർ ടൗണിലെത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഫോണിൻ്റെ ചാർജറും ബാഗും എല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കോട്ടയം എത്തുന്നതും നോക്കിയിരിക്കുകയാണ്. ഫൈനലി ഇത് നമ്മുടെ നാഗമ്പടം പാലം എത്തിയിട്ടുണ്ട്. അത് കണ്ടപ്പം വല്ലാത്തൊരു സന്തോഷം. നാഗമ്പടം പാലത്തിൽ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ വണ്ടിയുടെ ബർത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായി. ഇതാണ് നമ്മുടെ വണ്ടിയുടെ കോക്പിറ്റ് കേട്ടോ. ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാഗൊക്കെ എടുത്തുകൊണ്ട് നേരെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അച്ഛനൊരു സർപ്രൈസ് കൊടുത്തു. അച്ഛൻ എന്നെ കണ്ടപ്പോൾ വല്ലാതെ ഷോക്കായി. കാരണം ഞാൻ പറയാതെയാണ് വീട്ടിലേക്ക് എത്തിയത്. പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് ബാഗും എല്ലാം കയറ്റിക്കൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കടയിൽ നിർത്തി ഒരു ചായയും നല്ല ചൂട് പരിപ്പുടയും കഴിച്ചു.
ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങുകയാണ്. പിന്നെ വീട്ടിലെത്തി അമ്മേനെ സർപ്രൈസ് കൊടുത്തു. അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി ഞാൻ എൻ്റെ TV വെച്ച് 2 പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. നാട്ടിലെ വിശേഷമായിട്ട് പിന്നെ കാണാം.